ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട MSC കമ്പനി, ഷറഫ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ലോകോത്തര കമ്പനികൾ ആ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. ഒരു ദിവസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ $25,000 ലാഭിക്കാൻ കഴിയും. അപ്പോൾ 10 ദിവസത്തോളം ലാഭിക്കാൻ കഴിഞ്ഞാൽ ഒരു കപ്പലിന് തന്നെ $2,50,000 ലാഭിക്കാൻ കഴിയും. അങ്ങനെ ലാഭിക്കുമ്പോൾ ആ കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുവിൻ്റെ വിലയിലും കയറ്റി പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ വിലയിലും പ്രതിഫലിക്കും. അത് നമ്മുടെ നാടിനെ ഒരു മാനുഫാക്ചറിങ് സോണാക്കി മാറ്റാൻ സഹായകരമാണ്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കും കേരളത്തിൻ്റെ വ്യവസായ മേഖലയ്ക്കും വലിയ മാറ്റം നൽകുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഇത് കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയായിട്ട് എല്ലാവരും കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ഈ ക്ഷണിക്കുന്നതിൻ്റെ രീതി അറിയാവുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ഷണക്കത്ത് കൊടുത്താൽ കൊടുക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം അനുവദിച്ചിട്ടല്ല അവിടെ നിന്ന് വരിക. ചിലപ്പോൾ അവർ കൂട്ടിച്ചേർക്കും. ഇപ്പോൾ ഇവിടെ തന്നെ മെട്രോ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, അന്നത്തെ BJP പ്രസിഡന്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പല മന്ത്രിമാരും ലിസ്റ്റിൽ നിന്ന് അവർ വെട്ടിയിരുന്നു. ഇപ്പോൾ ഇവിടെയും അപ്പോൾ പരിപാടിക്ക് എല്ലാവരും ക്ഷണിക്കാമല്ലാതെ ഇന്ന ചുമതല നിർവഹിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമായിട്ട് തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയാവുന്ന പദ്ധതിയല്ല. സംസ്ഥാന ഗവൺമെൻറ് പ്രതിപക്ഷ മേധാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യൂണിയൻ ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, തുറമുഖ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. അവിടെ നിന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾ സ്റ്റേജിൽ ഉണ്ടാകണം എന്ന് പറയാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളൂ. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. അത് യഥാർത്ഥത്തിൽ ഇത് അറിയാവുന്ന പ്രൊസീജിയർ അറിയാവുന്ന ആരാണെങ്കിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊരു മര്യാദ സ്വീകരിക്കുമായിരുന്നു. അല്ല, അവർ അവകാശവാദം വയ്ക്കും. നമുക്ക് തരേണ്ട പൈസ ഇങ്ങ് തന്നാൽ കുറച്ചെങ്കിലും ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു. അതായിരിക്കും കുറെ കൂടി നല്ലത്. അല്ല, ഫ്ലെക്സുകളിൽ ജനങ്ങളുടെ മുൻപിലുണ്ടല്ലോ ഈ പദ്ധതി എങ്ങനെ വന്നു. ഇതിലേക്കുള്ള ഓരോ ഘട്ടത്തിലും ഇവിടെ നടന്ന BJPയും കോൺഗ്രസും നടത്തിയിട്ടുള്ള എതിർപ്പ് ഒരു തരത്തിൽ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം, അവനെയെല്ലാം മറികടന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ സമവായം സൃഷ്ടിച്ചുകൊണ്ടും ന്യായമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും ഈ ഗവൺമെൻറ് നടത്തിയ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വളരെ ഇച്ഛാശക്തിയുള്ള ഇടപെടലുകൾ, കഴിഞ്ഞ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും അഹമ്മദ് ദേവർഗോവിലും വാസവൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള തുറമുഖ വകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ, എല്ലാ വകുപ്പുകളുടെ ഏകോപനം. ഇപ്പോൾ കല്ല് കിട്ടാത്ത പ്രശ്നത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി എന്ന നിലയിൽ ഞങ്ങൾ തന്നെ മന്ത്രിതല യോഗം വിളിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കല്ല് കേരളത്തിൽ ലഭിക്കുന്നതിനും കൊണ്ടുവരുന്നതിനാവശ്യമായിട്ട് തടസ്സങ്ങൾ നീക്കാൻ നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു 50 വർഷം മുമ്പ് നടന്ന കാര്യത്തിൽ ഇന്ന ആൾക്കാണ് അവകാശം എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. നിങ്ങളുടെ വിഷ്വലുകളും നിങ്ങളുടെ ഒരു 9 വർഷത്തിനുള്ളിലുള്ള ആളുകളുടെ അനുഭവങ്ങളും എല്ലാവരുടെ മുൻപിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ കമ്മീഷൻ ചെയ്യുകയാണ്. അടുത്ത ഘട്ടവും അതിവേഗത്തിൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസായ മേഖലയിലെ മുന്നേറ്റവും അതിവേഗത്തിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ മെട്രോൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. മുട്ടൻ യാർഡിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച്, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ മെട്രോ ഞാൻ തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ടിരുന്ന ആളെന്നല്ല അവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ യാർഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്തി. അതേപോലെ തന്നെ കണ്ണൂർ വിമാനം ഇറക്കിയത് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലുകൾ വരെ വിഴിഞ്ഞത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റും നാടാകെ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. കേരളം ലോകത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. അന്തർദേശീയ കപ്പൽ ചാലുമായിട്ട് ഏറ്റവും അടുത്ത് സ്വാഭാവിക ആഴമുള്ള ലോകത്തിലെ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം. ആ പൊട്ടൻഷ്യലാണ് എല്ലാ കമ്പനികളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിനാകെ നേട്ടമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ദേശീയപാത വീതി കൂട്ടലും ദേശീയ ജലപാതയുടെ പൂർത്തീകരണവും കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഏതറ്റത്തും നിന്നും വിഴിഞ്ഞത്തേക്ക് അതിവേഗത്തിൽ ചരക്കുകൾ എത്തിക്കാൻ കഴിയും. അത് എല്ലാവർക്കും സഹായകരമായിരിക്കും. അപ്പോൾ എല്ലായിടത്തേക്കും വ്യവസായം കൊണ്ടുവരുന്നതിന് ഈ പദ്ധതി സഹായകരമായിരിക്കും. തൊഴിൽ സൃഷ്ടിക്കുന്നതിന് നമ്മുടെ സമ്പദ്ഘടനയ്ക്കും സഹായകരമായിരിക്കും.